ഇനി മധ്യകേരളത്തിലേക്ക് കൂടെ പോകാം. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ബി.ജെ.പിയുടെ നേതൃയോഗം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, അതിന്റെ തുടർ വാർത്തകളൊക്കെ ഉണ്ടാകും. മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളാണ് മധ്യകേരളത്തിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്? ജിൽസി, ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിൽ നിന്നുള്ള പ്രധാന വാർത്ത ഈ പ്രകാശ് ജാവദേക്കറിൻ്റെ ബി.ജെ.പി പ്രഭാരി പ്രകാശ് ജാവദേക്കറിൻ്റെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. ഈ ബി.ജെ.പി നേതൃയോഗം ഇന്നലെയും ഇന്നും നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതൃയോഗം വിളിച്ച് ചർച്ച ചെയ്യാനുള്ള തീരുമാനം അവസാന നിമിഷം ബി.ജെ.പി പിൻവലിക്കുകയായിരുന്നു. ഈ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ബി.ജെ.പിക്ക് പോകേണ്ടി വന്നത്. പ്രത്യേകിച്ച് ഈ നേതൃയോഗം വിളിച്ച അതിൽ പരസ്പരം നേതാക്കൾ ചെളിവാരി എറിയുന്നത് കാണേണ്ടി വരുമെന്ന് കെ സുരേന്ദ്രൻ തന്നെ നേരിട്ട് കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ നേതൃയോഗം മാറ്റിവെക്കാൻ ബി.ജെ.പി തീരുമാനിച്ചത്. അപ്പോഴും പക്ഷേ പ്രകാശ് ജാവദേക്കർ നേതാക്കളെ വെവ്വേറെ കണ്ട് അഭിപ്രായ രൂപീകരണം ഇന്നലെ മുതൽ ആരംഭിച്ചിരുന്നു. പല നേതാക്കളും ഇന്നലെ തന്നെ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നും വിവിധ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ, മുതിർന്ന നേതാക്കൾ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമായും പാലക്കാട്ടെ തോൽവി, കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം കെ സുരേന്ദ്രൻ മാറണമോ, കെ സുരേന്ദ്രൻ മാറിയാൽ പകരം ആര് തുടങ്ങിയ ചോദ്യങ്ങളാണെങ്കിൽ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാന നേതാക്കളുമായി പ്രകാശ് ജാവദേക്കർ ചർച്ച ചെയ്യുന്നത്. ഇതിൽ പലരും, പ്രത്യേകിച്ച് എം.ഡി. രമേശ് അടക്കമുള്ള ചിലർ കെ സുരേന്ദ്രനെതിരെ കൃത്യമായ നിലപാട്, ശക്തമായ നിലപാട് എടുത്തു എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും അതിൻ്റെ തുടർ വാർത്തകൾ തീർച്ചയായും ഉണ്ടാകും. പ്രത്യേകിച്ച് പ്രകാശ് ജാവദേക്കർ ഇന്ന് വൈകിട്ട് ഒരു പക്ഷേ മാധ്യമങ്ങളെ കണ്ടേക്കും. രണ്ട് പരിപാടികളാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 192 വീടുകൾ നിർമ്മിച്ച പാർപ്പിട സമുച്ചയത്തിൽ പ്രകാശ് ജാവദേക്കർ സന്ദർശനം നടത്തുന്നുണ്ട്. മുനമ്പത്ത് ഐക്യദാർഢ്യ സദസ്സിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വെച്ച് മാധ്യമങ്ങളെ തീർച്ചയായും കാണാനും ഇതിലൊരു പ്രതികരണം തരാനും ഒരുപക്ഷെ പ്രകാശ് ജാവദേക്കർ തയ്യാറാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ തൃശ്ശൂരിൽ നിന്നുള്ളതാണ്. അതായത് ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. പ്രതിഷേധ കൺവെൻഷനുകളടക്കം വിളിക്കാൻ തീരുമാനിക്കുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച്, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മന്ത്രിമാരൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശം അപ്രായോഗികമാണെന്ന് എ.കെ. ശശീന്ദ്രനും കെ രാജനും വ്യക്തമായി പറഞ്ഞിരുന്നു. പകരം നിയമനിർമ്മാണം നടത്താൻ ശ്രമിക്കുമെന്നും പറഞ്ഞിരുന്നു. നേരത്തെ മന്ത്രി വി.എൻ. വാസവനും പറഞ്ഞത് ഈ ദേവസ്വം ബോർഡുകളുടെയൊക്കെ ആളുകളെ വിളിച്ച് ചർച്ച നടത്തുമെന്ന് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇതിൽ പക്ഷേ ഇന്നലെ തൃശ്ശൂരിൽ പ്രതീകാത്മക പൂരം നടത്തി വലിയ തോതിലുള്ള ആറാട്ടുപുഴയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർ പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന വരുന്നത്. മറ്റ് പ്രധാന വാർത്തകൾ, ഈ കോട്ടയത്ത് കാനം അനുസ്മരണമുണ്ട്. ബിനോയ് വിശ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മറ്റ് വാർത്തകളുമൊക്കെ തന്നെ, പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തന്നെ മധ്യകേരളത്തിൽ നിന്നും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജിൽസി, ശരി. എന്തായാലും മധ്യകേരളത്തിൽ നിന്ന് ഈ പറഞ്ഞ വാർത്തകൾക്ക് പുറമെ മറ്റ് പല വാർത്തകൾ കൂടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.